അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവരൊന്ന് പോയി കാണണേ. ഊട്ടി ട്രിപ്പ് പാർട്ട് 1. എന്നാലും ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അന്ന് കറങ്ങി ചുറ്റി പോലെ ചുറ്റാൻ നമുക്ക് ഇതുപോലെ സമയം രാത്രിക്കല്ലായിരുന്നു. അത് ഈ വണ്ടിയായിരുന്നോടി? ഈ വണ്ടി അല്ല, ഈ വണ്ടി. അയ്യോ, എവിടെല്ലാം കറങ്ങി. ഊട്ടി ഫുള്ള് കറങ്ങി, ഉള്ളേരിയ ഫുള്ളു. അന്ന് നമ്മള് വഴി തെറ്റി പോയിട്ട് എവിടെല്ലാം വീതിയില്ലാത്ത റോഡിൽ കൂടെ പോയത്. അയ്യോ, കൊച്ചു കിടന്ന് കരച്ചിലും വിഷം. അതായിരുന്നു വിശന്നിട്ട് ഒരു കട പോലും കാണാതെ. ആൾക്കാര് ഈ വണ്ടി തന്നെയായിരുന്നു. സിയാദിനും ഭ്രാന്തായി. അതിലേ പോയിട്ട് ഇതിലേ പോയിട്ട് എല്ലാം ഒരു വഴി തന്നെ എത്തുമായിരുന്നു. എങ്ങനെ അവിടെ തന്നെ തിരിച്ച് എങ്ങനെ പോയിട്ട് അത് തന്നെ. അയ്യോ, എത്ര പ്രാവശ്യം കറങ്ങി. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. പോയിക്കണേ വെച്ചേ. അയ്യോ, സിഗരറ്റ് വലിക്കുന്ന പോലെ നോക്ക്, നല്ലപോലെയുണ്ട്. സച്ചിൻ നോക്കി. അയ്യോ, സച്ചിൻ എന്റെ പൊന്നെ, ട്രാഫിക് നോക്കിയേ. വണ്ടി കിടക്കുന്ന കണ്ടോ? അതാണോ? ആ അല്ല, ഇത് അച്ഛന് നാളെ എന്താകുമെന്ന് കണ്ടറിയണം. എന്നറിയോ? അവധി നാളെ ശനി, മറ്റന്നാള് ഞായർ, ക്രിസ്മസ് അവധി. അടിപൊളിയാ. അതിനകത്ത് പിടിക്കുന്നുണ്ടേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാ മര്യാദക്ക് ഇടയ്ക്ക് വരാമെന്ന്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ 1-ാം തീയതി. അങ്ങനെ ചെറിയ ചെറിയ വഴക്കുകൾക്കൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും ബ്ലോക്കിൽ പെട്ടിരിക്കുന്നു ഗൈസ്. ഏതായാലും സിയാദ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. വെക്കേഷൻ ടൈമിലൊന്നും ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ടൈമിലൊന്നും വരരുത്. പിന്നെ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. ഈ റഷ് ടൈമിലൊക്കെ നമ്മൾ വന്ന് നോക്കുവാണെങ്കിൽ ഒരു റൂംസും കിട്ടുകയില്ല. അതുപോലത്തെ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടുപോയി, അതുപോലെ ബ്ലോക്കിൽ പെട്ടായിരുന്നു. 2 വയസ്സ് കഴിഞ്ഞോളൂ. 2.5 വയസ്സേ ആയിട്ടുള്ളൂ. 3 ഊട്ടിയായി. എനിക്ക് മൂന്നാർ ഇഷ്ടമില്ല. എനിക്ക് ഊട്ടി ഊട്ടി നല്ല റിസോർട്ട് ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇനി ഓരോ തരത്തില്ല കേട്ടോ. ഞാൻ 3 വർഷത്തേക്ക് ഊട്ടിക്കില്ല. അത് തന്നെ പരിപാടിയാ. ഇവിടെ നല്ല റിസോർട്ട് ഉണ്ടെന്നേ. അയ്യോ, എന്നാ രസമാണെന്നറിയാവോ? ഇടുന്നോണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ പോയെന്ന്. ഇപ്പൊ പണ്ടൊക്കെ വാപ്പച്ചി അമ്മായിയൊക്കെ എവിടെ അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല. അല്ല പൊക്കോ അല്ല അങ്ങനെ കൊണ്ടുപോയ ഒരു ഫോട്ടോ ഉണ്ടോ? ശരി പോട്ടെ. ഒരു ആലപ്പുഴ ബീച്ചാണെങ്കിലും അതൊരു ഫോട്ടോ ഉണ്ടോ? ഇല്ല. അതൊക്കെ നമുക്ക് പിന്നീട് കാണുമ്പോ ഒരു സന്തോഷം. അതാ പറഞ്ഞ. ഇപ്പൊ നമ്മുടെ മക്കള് പിന്നെ പ്രായമായി അങ്ങനെയൊക്കെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ. അവരുടെ മക്കളെ കാണിച്ചു കൊടുക്കും. അല്ലേടാ? കാണിച്ചു കൊടുക്കണം കേട്ടോ ഈ വീഡിയോ ഒക്കെ. നമ്മള് പോയത് അമ്മ എടുത്താന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പ വഴക്കായിരുന്നു വീഡിയോ എടുക്കുന്നതിന്. പക്ഷെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ പോലെ അമ്മുക്കുട്ടി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല. അമ്മുക്കുട്ടിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്റെ പൊന്നുമോക്ക് എന്നെ കഴിക്കാൻ കൊടുത്താ മതി, ഒരു വഴക്കുമില്ല. ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ സിയാദിന് ഇങ്ങനെ താല്പര്യമില്ല കേട്ടോ. ഞാൻ പിന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. ഞാനോർത്ത് പിന്നെയാണേലും പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഭാവിയിലേക്ക് അങ്ങനെ ചിന്തിച്ചപ്പം അതൊരു രസമല്ലേ ഇതൊക്കെ വീഡിയോസ് ആയിട്ട് ഇടുമ്പോഴേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിടുന്നതാണ് കേട്ടോ. പിന്നെ ഈ റെസ്റ്റ് ടൈമിൽ വന്നുകൊണ്ട് ഒരു റൂംസും ഇല്ല, അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. ഊട്ടിയിലും ആൾക്കാരായി. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഊട്ടിയിലും ആൾക്കാരായി. മനസ്സിലായോ? ഉണ്ടോ? നമുക്ക് ധൈര്യമായിട്ട് പറയാലോ ഊട്ടിയിൽ ഇന്ന ആൾക്കാരുണ്ട്. നമുക്ക് വിളിച്ചു പറയാം. റൂം വേണമെങ്കിൽ വിളിച്ചു പറയാം. ഇങ്ങനെ വരുന്നോണ്ടല്ലേ. അല്ലേ ഈ റഷിന്റെ ഇടയ്ക്ക് നമുക്ക് വല്ല റൂമും കിട്ടുവോ? ചുമ്മാ തരത്തില്ല, പൈസ കൊടുക്കണം. എന്നാലും നമുക്കൊന്ന് വിളിച്ചു പറഞ്ഞ ഉണ്ടല്ലോ. ആൾക്കാരില്ലേ അണ്ണാച്ചിമാര്? നല്ല സ്നേഹമുള്ളവരാ. വെറും ചില കാര്യത്തിലൊക്കെ വെറും പൊട്ടനാ.
ആണ് എന്താ വേറെ മനസ്സിലാ പൊട്ടനാ. റൂം എന്ന് പറഞ്ഞാൽ അല്ല ആ റൂം അപ്പൊ ആ റൂം തന്നെ വേറെ വേണം. റൂമാണ് ഇതാക്കി വെച്ചിട്ട് നിങ്ങളുടെ അല്ല വേറെ റൂം നിങ്ങൾ എന്തിനാ ഈ 105 തന്നെ വേണം 105 വേണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞു. കേറുന്നിടത്ത റൂം തന്നെ മതി എന്ന് പറഞ്ഞു. വേണമെന്ന് പറഞ്ഞല്ലോ. അതും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞു. അയാളാ പറഞ്ഞത്. എന്നിട്ട് അയാൾ ചിരിക്കുകയും ചെയ്തു. ഇപ്പൊ പറഞ്ഞ എന്നാന്നറിയോ, ഞങ്ങൾ നേരത്തെ 3-4 പ്രാവശ്യം വന്നപ്പം ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ അവിടുത്തെ മാനേജറുമായിട്ട് സിയാദിന് നല്ല പരിചയമുണ്ട്. അങ്ങനെ അയാളുടെ നമ്പർ പണ്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ എടുത്ത് നോക്കിയിട്ടൊന്നും റൂമൊന്നും ഇതല്ലായിരുന്നു. ഇപ്പോൾ രാത്രി സമയത്ത് ഈ പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യുന്നു ടെൻഷനായിരുന്നു. അങ്ങനെ സിയാദ് പറഞ്ഞു നമ്പർ ഒന്ന് നോക്കാം. അങ്ങനെ നോക്കിയപ്പം നമ്പർ കിട്ടി. മാനേജറാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് നോക്കിയപ്പം അവിടുത്തെ അയാൾ ആദ്യം ഒഴിവൊക്കെ പറഞ്ഞു. പക്ഷേ സിയാദ് ഇങ്ങനെ പറഞ്ഞു ഫാമിലി ആയിട്ട് ആ കുഞ്ഞുണ്ട്, ഈ രാത്രിയിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾ ഒരു റൂം തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ലീഫ് ഹോട്ടലിലെത്തി ഗൈസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, ഒന്നും പറയാനില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം താമസിച്ചപ്പോൾ നല്ല നീറ്റ് ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ വന്നപ്പം 10 ഡിഗ്രി ആയിരുന്നു, അത് കുറഞ്ഞ് 8 പിന്നെ 6 കേട്ടോ. പിള്ളേർ വന്നതേ കട്ടിലിൻ്റെ മുകളിൽ കയറി. അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേണ്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുക. എൻ്റെ അല്ലോ ഒരു രക്ഷയില്ല, അതുപോലത്തെ തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കബാബ് ഹോട്ടലിലെത്തി കേട്ടോ. കബാബ് റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നല്ല വൃത്തി, അതാണ് മെയിൻ. മൈനസ് ആയിട്ടും ടീഷർട്ടിൽ പോകുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് സിയാദായിരിക്കും. അങ്ങനെ രാവിലെ ആയപ്പോൾ നല്ല ഐസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ലോ തലേക്കുന്താന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങൾക്ക്. വിൻഡോയിലൊക്കെ നല്ല ഐസ് പോലെ ആയിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ എഴുതി കുത്തിയതാ, ഒരു രസം. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി പോയതാണേ. അപ്പോൾ കാറിനകത്തൊക്കെ പുറത്ത് ഐസ് കട്ട, വെളിയിലെല്ലാം നല്ല ഐസായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ടീ ഷോപ്പിൽ പോയി കേട്ടോ. നല്ല കോഫി, നല്ല ഇഡലിയും ദോശയും ഉണ്ടാക്കുന്ന ചേച്ചിമാർ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കൊച്ചു ഷോപ്പിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവിടുന്ന് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ പിന്നെ കർണാടക ഗാർഡനിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പിന്നെ എവിടെ പോകാനാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ. അത് ശരിക്കും ആസ്വദിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കർണാടക ഗാർഡനിലെത്തി കുറച്ച് ഫോട്ടോസും റീൽസും എല്ലാം എടുത്തു. പിള്ളേർക്ക് പിന്നെ ഇവിടെ വന്നാൽ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ അവിടെ നിന്നെല്ലാം ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ഒരു അമ്മുക്കുട്ടിയെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു കേട്ടോ. ഭയങ്കര വർത്താനം, അവിടെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട്. തമിഴാണ് കേട്ടോ. എനിക്ക് തമിഴൊന്നും അറിയത്തില്ല. പിന്നെ അറിയാവുന്നത് വെച്ച് ഞാൻ അവളോട് സംസാരിച്ചു കേട്ടോ. രസമുണ്ട് അവളുടെ സംസാരം കേൾക്കാൻ കേട്ടോ. നിന്റെ പേര് ഷിഫ. ഞങ്ങക്ക് ചോക്ലേറ്റ് വരുമോ? ചോക്ലേറ്റ് എടുത്തോട്ടെ. ഇത് ഞങ്ങ എടുത്തോട്ടെ. പൈസ വേണ്ടേ? പൈസ വേണുമാ? ക്യാഷ് വേണുമാ? ഞങ്ങള് അങ്ങനെ ഊട്ടി ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. കോയമ്പത്തൂർ വഴി ഞങ്ങൾ വഴി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അല്ലേ ഫൈസി? ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യണേ പ്ലീസ്.